ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് ചേമ്പും തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് നമ്മൾ ഇളയ തണ്ട് എടുത്തിട്ടുണ്ട്. ആ ഇളയ തണ്ടിൻ്റെ ഇലയും എടുക്കാം കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ തണ്ടിൻ്റെ പുറമേ ഉള്ള തോലിത ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഈ തണ്ട് ഇതേപോലെ കീറി ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഈ ഇളയ ഇലല്ലേ, അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഈ ഇലയൊക്കെ തോരലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും ചെറുതാക്കി ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഇനി അടുത്ത ഈ തോരനായിട്ട് ഇവിടെ 7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 9 വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടുത്തം തേങ്ങ ചിരകിയതും, പിന്നെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് ഞാൻ ഇവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങയും കാന്താരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ചെറുതാക്കി ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇല്ലേ, അത് ഇതേപോലെ അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇത് ഏകദേശം മൂത്ത് വന്നിരിക്കുന്നത്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും കാന്താരില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തന്നെ ഇളക്കിയെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ ചേമ്പിൻ തണ്ട് ഇതവിടെ നല്ല അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം പോവാൻ വേണ്ടി ഒന്ന് ഊറ്റി വെച്ചിരുന്നു. ഇനി അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ചേമ്പിൻ തണ്ട് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ മിക്സായി വന്നിരിക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താക്കണത് തുറന്ന് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ തുറന്ന് വെച്ച് വേവിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ വെന്തും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേമ്പിൻ തണ്ട് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെന്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനത്തെ ആ തോരൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കർക്കിടക മാസത്തിലൊക്കെ ഇതേപോലെ ചേമ്പിൻ തണ്ടൊക്കെ തോരൻ വെച്ച് കഴിച്ചാലൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.